ഇപ്പം ട്രെൻഡിങ്ങിലുള്ള ലബൂബുവിനെ നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, നമുക്കത് വരയ്ക്കാം. എനിക്ക് ലബൂബിനെ കണ്ട എപ്പോഴും ഓർമ്മ വരുന്നൊരു സിനിമ ഡയലോഗ് ഉണ്ട് കേട്ടോ. ഇനി ലബൂബുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞുതരാം. ഇത് 2015 ഹോങ്കോങ് ബെൽജിയൻ ഡിസൈനർ ആയിട്ടുള്ള കാസിങ് ലെങ് ആണ് ഉണ്ടാക്കിയത്. അദ്ദേഹം അന്ന് ഹൗ ടു വർക്ക് എന്ന് പറയുന്ന കമ്പനിയിലിട്ടായിരുന്നു ഇത് വിറ്റിരുന്നത്. അന്ന് വലിയ റിക്കഗ്നേഷൻ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ 2019 ഒരു ചൈനീസ് ടോയ് കമ്പനി ആയിട്ടുള്ള പോപ്പ് മാർട്ടിലിട്ട് ഇത് വിറ്റിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ചും കൂടെ റിക്കഗ്നേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ 2025 ഇപ്പോഴത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഇതിപ്പോൾ ട്രെൻഡിങ് ആണല്ലോ. ആൻഡ് ഇപ്പോൾ ഇതിൻ്റെ സൈസും കളറും ഒക്കെ വ്യത്യാസപ്പെടുത്തി 300 ഡിഫറെൻറ്റ് ലബൂബൂസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ലബൂബുവിൻ്റെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് ഫറി ബോഡിയും വൈഡ് ഐസും പോയിൻറ്റഡ് ഇയേഴ്സും ആൻഡ് 9 ഷാർപ്പ് ടീത്തും ഉള്ള ഒരു എൽഫ് ലൈക്ക് ക്രീച്ചർ എന്നാണ് പറയുന്നത്. ഈ പല്ലിനൊക്കെ എണ്ണ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പിക്ചർ വെച്ച് കംപ്ലീറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതായിരുന്നു. ആൻഡ് ഞാനും എൻ്റെ പിക്ചറിൽ എണ്ണി നോക്കിയിട്ടുണ്ട്, 9 പല്ലൊക്കെ ഉണ്ട് കേട്ടോ. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ചാണ് ഇൻട്രസ്റ്റിംഗ്. ലബൂബു $15 തൊട്ട് $960 വരെയാണ് പ്രൈസ് റേഞ്ച് എന്നാണ് പറയുന്നത്. ആൻഡ് ജൂണിൽ 4 അടി വലിപ്പവും ഒരു മിൻ ഗ്രീൻ കളറിലുള്ള ലബൂബു $17,000 വിറ്റുപോയത്. എന്ന് വച്ചാൽ 1,45,00,000 രൂപയ്ക്ക്. ഞെട്ടിയില്ലേ? ഞാനും ഞെട്ടി. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര ഡിമാൻഡെന്ന്. ഇത്രയും കാശൊക്കെ മുടക്കി ഇത്രയും കഷ്ടപ്പെട്ട് ഇത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? കാര്യം പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ലബൂബ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ.